എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു പൊതിച്ചോറാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക്. അപ്പം അമ്മ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും എനിക്ക് ഈ കറികൾക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം കറികൾ ഒരു മീൻ വറുത്തത്, ഒരു മുട്ട പൊരിച്ചത്, അച്ചാറ്, മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ തോരൻ, ചമ്മന്തി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെന്താ, അപ്പം അമ്മ വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാം. അപ്പം നമുക്ക് ഹെൽപ്പ് ആവുമല്ലോ. അപ്പം നമുക്ക് കാണാം. അപ്പം ഇവിടെ അച്ചാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ മാങ്ങ നമുക്ക് കട്ട് ചെയ്തിട്ട് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കാം. ഈസി ആയിട്ടൊരു അച്ചാർ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഒരു ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് ഒരു അച്ചാർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാർ ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ മാങ്ങ തൊലി കളഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അവിടെ ക്ലീൻ ആക്കുവാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് ചെറിയ പുളിയുള്ളൂ. അവിടെ കയറുന്നില്ലേ? പുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇത് അച്ചാറ് കിഴങ്ങ് മെഴുക്കുട്ടി ഏതാ വെക്കണ്ടേ? സാധാരണ ഏതോ പൊതിച്ചോറിൽ പച്ചക്കറി മെഴുക്കോട്ടെ നല്ല കിഴങ്ങിന്. അതാ മീനും ഒക്കെ അല്ലെങ്കിൽ ഒരേ കളറിലിരിക്കും. കോവയ്ക്ക ഉണ്ടോ? വെണ്ടയ്ക്ക വരും. കോവയ്ക്ക ഉണ്ടോ? എന്നാൽ കോവയ്ക്ക മതി. അപ്പം നമ്മൾ മാങ്ങ പിന്നെ കുറച്ച് പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് കട്ടാം. ഞാൻ ഈസി ആയിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകും. അപ്പം നമ്മൾ പാൻ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ ആവശ്യത്തിനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി. ഇപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഞാൻ കഴുകി വേണം ഇട്ടത്. അതാണ് ഇത്ര സ്ഫോടനം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ കായപ്പൊടി നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിനെ നമുക്ക് മാങ്ങയ്ക്കകത്തേക്ക് ഒഴിക്കാം. കുറച്ച് കരിഞ്ഞു പോയോ? കരിഞ്ഞോ? ഗൈസ് കുറച്ച് കരിഞ്ഞു പോയി. അപ്പം നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാം. എന്താണ് എൻ്റെ അച്ചാറിനെ പറ്റി പറയാനുള്ളത്? കുറച്ച് കരിഞ്ഞു പോയി. കരിഞ്ഞു. ഇപ്പം നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കാം. അവരോട്ടൊക്കെ ഫ്ലോപ്പ് ആകും. ആദ്യമല്ലേ കുക്കിങ്ങാൻ അങ്ങനെ ഫ്ലോപ്പ് ആകരുത്. അതെന്താ ഈ വീഡിയോ ഇടുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മറ്റേ സാധനം കൊണ്ടൊക്കെ അത് അവിടെ വെച്ചാൽ അങ്ങനെ ഈ കുക്ക് ചെയ്യുന്നത് കാണിക്കാൻ പറ്റുമോ? ഞാൻ വീഡിയോ എടുക്കുന്നു. എല്ലാം കൂടെ ഒറ്റ വീഡിയോ എടുക്കണം, കുക്ക് ചെയ്യണം, എല്ലാം കൂടെ ഒറ്റ യൂട്യൂബറിന്റെ വിജയം എന്ന് പറയുന്നതാ. അപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഒരു അച്ചാറിലേക്കുള്ള സാധനം പോയി. ഇപ്പൊ ഒന്നുകൂടി ഉണ്ടാക്കാം. ഇവിടെ നിന്ന് അരിഞ്ഞു ഇങ്ങോട്ട് മരം അരിഞ്ഞു. അപ്പൊ അമ്മേനെ കൂടെ കണ്ടിട്ട് ഇവിടെ. ഇപ്പൊ നമ്മുടെ അച്ചാർ റെഡിയായി. ടേസ്റ്റ് ചെയ്തു. ഞാൻ ടേസ്റ്റ് ചെയ്തു. അമ്മ ടേസ്റ്റ് ചെയ്യണേ. വാ, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ വെറുതെ തിന്നാം. മധുരല്ലേ? കുറച്ച് ഇരിക്കുമ്പോൾ നല്ല റെഡിയാവും. പച്ചമുളകിൻ്റെ അമ്മയല്ലേ മുളക് പൊടി നോക്കുക. പിന്നെ അതിനകത്തോട്ടിട്ടത് പിന്നെ കളയണ്ടേ? അതല്ല, മുമ്പേ ഒരു കൂടി കഴിച്ച് കളഞ്ഞു. ആദ്യം ഒരു കൂടി കഴിച്ച് കളഞ്ഞു. പിന്നെ കളയാൻ പറ്റുമോ? പക്ഷെ കൊള്ളാം. ചോറിനോട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ? പൊതിച്ചോറിനുള്ള അച്ചാറല്ലേ? ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. കേട്ടില്ല?
അപ്പം നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ വറക്കാം. ഇനി നമുക്കൊരു മുട്ടയും കൂടെ പൊരിച്ചാൽ അങ്ങനെ നമ്മുടെ പൊരിച്ചോറിലേക്ക് വേണ്ട കറികളൊക്കെ റെഡിയായി. അപ്പോൾ മുട്ടയും കൂടെ പൊരിക്കാം. കുറച്ച് കരിഞ്ഞു പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല, അപ്പുറത്തെ സൈഡ് ഓക്കെ. അപ്പം നമ്മൾ 3 പേരാണുള്ളത്. അപ്പം 3 മുട്ട വേണം. നമ്മൾ കോവയ്ക്ക, മെഴുക്ക് പുരട്ടി, ചിക്കൻ തോരൻ, മുട്ട പൊരിച്ചത്, അച്ചാറ്, മീൻ വറുത്തത്, ചമ്മന്തി, പിന്നെ ചോറ്. നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡിയായി. നമുക്കത് വിളമ്പാം. കുറച്ചിട്ടാ പോരെ? കേട്ടതല്ലേ? അച്ചാർ. മീൻ വെക്കേ. പിന്നെ അല്ലാണ്ട് വെച്ചോ? ഓ പിന്നെ കൈ കൊണ്ട് അങ്ങോട്ട് വെക്കേ. മതി, സ്ഥലമില്ലേ? ഓക്കെ മതി. അപ്പം നമ്മുടെ പൊതിച്ചോറ് കറികളൊക്കെ സെറ്റ് ചെയ്തു. ഇനി പൊതിഞ്ഞോ? ഓക്കെ, ഒരു പേപ്പറും കൂടെ വേണോ? കഴിക്കാനുള്ളതല്ലേ? അയ്യോ കയറി. ഓക്കെ, അപ്പം നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ എടുക്കാം. എന്നിട്ട് കഴിച്ചിട്ട് എക്സ്പ്രഷൻ എന്താണ്? പ്രത്യേകിച്ച് ഇപ്പം എന്താ എക്സ്പ്രഷൻ? എന്താ